കൊതിപ്പിച്ച് ഇന്ന് 3-ാം നേരം ആയിരിക്കുകയാണ്. അപ്പം ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ തേര് കാണാൻ പോകാം. കാരണം ഇപ്പോൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ തിരക്ക് കുറച്ച് കുറവായിരിക്കും. പിന്നെ തേര് വലിക്കുന്നത് കണ്ടേ ഇല്ലല്ലോ. എന്ത് വാങ്ങാ എല്ലാരും കൽപ്പത്തേര് കാണാൻ വരാൻ പറ. കൽപ്പത്തേര് കാണാൻ വരാൻ പറ. കൽപ്പത്തേര് കാണാൻ വരാൻ പറ. ഞാൻ പറയാം. എല്ലാവരും കൽപ്പാത്തി തേര് കാണാൻ വരണം. തീർച്ചയായും വരണം. തിരിച്ചു വരുമ്പോ എല്ലാം വാങ്ങിത്തരാം. എന്തിനാണ് 60 രൂപ വേണം. പിന്നെ അത് തന്നെ പറയുന്നത് അത് വേണം പറയുന്നത്. പകല് ഇപ്പൊ തന്നെ ഈ സമയത്ത് തന്നെ ഇത്ര തിരക്കും. വൈകുന്നേരം എത്ര തിരക്കുണ്ടാവും. മഴ വന്നു. ഈ അമ്പലത്തിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല. കാരണം ഇവനെയും കൊണ്ട് എവിടെ നിൽക്കാൻ പറ്റില്ലേ. അതെടാ കൂട് തേര്. ആ അമ്മ പറയുന്നുണ്ടായിരുന്നു ഈ ശിവലിംഗം, ആന, അങ്ങനെ എന്തോ 3 വിഗ്രഹം കുഞ്ഞത് അരിയിട്ട് വെക്കുന്ന പാത്രമില്ലേ അതിനകത്ത് ഇട്ട് വെച്ചു എന്ന് വെച്ചാൽ കുട്ടികളുടെ ദോഷം മാറുന്ന അങ്ങനെ എന്തോ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വിഗ്രഹം കാണാൻ നല്ല ചന്തം ഉണ്ടായിരുന്നു. അതാണ് പ്രത്യേകം എടുത്തത്. തേര് വെറുതെ നിർത്തിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരമേ വലിക്കുള്ളൂ. പക്ഷെ ഇപ്പോഴേ അതിൻ്റെ പരിസരത്ത് പോകാൻ പറ്റില്ല, അത്ര തിരക്കായിരുന്നു. അതൊന്നും ഞങ്ങൾ ഇപ്പുറത്ത് വരാൻ തന്നെ കുറേ നേരം എടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ ആളുകളേക്കാൾ തിരക്ക് ന്യൂസില്ലേ, ഓരോ ന്യൂസ് 24 ന്യൂസിൻ്റെ ഉണ്ടായിരുന്നു, മനോരമയുടെ ന്യൂസിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ നേഷനൈറ്റ് ന്യൂസിൻ്റെ ഉണ്ടായിരുന്നു. അവരാണ് നിൽക്കുന്നതെന്ന് പോലും ഞാൻ അറിയാണ്ട് അവരുടെ അടുത്ത് പോയിട്ട് നിന്നിട്ടാണ് ഞാൻ ഇവരെ കൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്നത്. ന്യൂസുകാർ കുറേ പേര് AC ന്യൂസ് ഉണ്ടായിരുന്നു. വേണ്ടേ അവിടെ പോയി എന്താ വാങ്ങണ വേണം. അമ്മാച്ചി പോയി അമ്മ അമ്മ അപ്പോൾ സാധനം വാങ്ങിച്ചു വരാം. എല്ലാ വർഷത്തെക്കാളും ഒരുപാട് കടയുണ്ടെന്ന് ഇപ്രാവശ്യം എല്ലാവരും പറയണ്ടായിരുന്നു. കാരണം കൊറോണ കഴിഞ്ഞ് വന്നത്, പിന്നെ
കാലാവസ്ഥ കുഴപ്പമില്ല. ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നെങ്കിലും ഇന്ന് കുഴപ്പമില്ല. പിന്നെ ജനവും കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ തേര് വലിക്കുന്ന സമയമാകുമ്പോൾ നല്ല തിരക്കാവില്ലേ, അത് കാരണം കൊണ്ടാണ് തോന്നുന്നു അവർ മഴ എങ്ങാനും ഇന്നലത്തെ പോലെ പെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു നേരത്തെ എല്ലാവരും വന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇത്രയും തിരക്ക് തോന്നുന്നു. സാധാരണ തിരക്കുണ്ടാവും, പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 മുമ്പ് തേരുകളിലേക്കാളും തിരക്ക് കൂടുതലാണ്. ഇത് വെച്ചിട്ടാണ് ഈ തിരക്ക്. ആ തിരക്കിന് മാത്രമല്ല അതുപോലെ തന്നെ കടയും നല്ല കൂടുതലാണ് ഇപ്രാവശ്യം. എത്ര മണിക്ക് തേര് വലിക്കും ഇവിടെയാ 4:30 മണിയാകുമ്പോൾ വലിക്കും. 4 മണിയാവും. ഇവിടെ വന്ന് എത്തുമ്പോഴേക്കും 8 മണിയാവും. വലിച്ചെടുത്ത് തെരുവ് വലിക്കും. അവിടെ വന്ന് ഒന്ന് വാങ്ങിച്ചൊന്നുമില്ല. ഇപ്പം അതുകൊണ്ട് ചോറ് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തേരിനെ വിഗ്രഹം ജോഡിപ്പിക്കാനായിട്ട് വരികയായിരിക്കുന്നത്. പക്ഷേ ഇത് വന്നിട്ട് ആ അമ്പലത്തിലേക്ക് ചില അവകാശികളുണ്ട്, ആ അവകാശികളെ വിളിക്കാനായിട്ട് പോണതാണ് അവർ. പിന്നീട് ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നപ്പോഴാണ് അവർ തിരിച്ച് അവരെ വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നു. ഈ വീഡിയോത്തിൽ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇറങ്ങേണ്ടത് ഇതാണ് അമ്പലത്തേക്ക് അകത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അമ്പലത്തിൽ തൊഴാൻ എന്തായാലും പറ്റില്ല, കാരണം ഞങ്ങൾ പോയ സമയത്ത് റോട്ടിലാണ് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ എപ്പോഴും തൊഴുതുന്നല്ലേ, അപ്പോൾ ഈ ദൂരം നിന്ന് വരുന്നവർക്കൊക്കെ തൊഴുതണമെങ്കിൽ ഇപ്പോഴല്ലേ വരുള്ളൂ, അതുകൊണ്ട് തൊഴുതട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നു. എന്തായാലും ഇപ്പോൾ പോയിട്ട് അമ്പലത്തിൽ പോയി ദൈവത്തിൽ തൊഴാൻ പറ്റില്ല, നല്ല തിരക്കാണ്. ഞങ്ങളകത്ത് പോയില്ലെങ്കിലും അമ്മ പ്രസാദം കൊണ്ട് തന്നു, ഞങ്ങൾ എന്തായാലും വെച്ചു. ആ അമ്മ ആദ്യം പോയില്ലേ പൊന്നാടി വന്നിട്ട്, ആ അമ്മയാണ് അവകാശി, അവരെ വിളിക്കാനാണ് ഇവർ പോയത്. ആദ്യം പോയി ഞാൻ കാണിച്ചു തന്നില്ലേ ഫസ്റ്റ് പോണത്. അവിടെ നിന്നവർ പറഞ്ഞതാണ്, ഇതാണ് സത്യം എന്നൊന്നും അറിയില്ല കേട്ടാ. സ്ട്രോബെറി ഏതാണ്? ചെണ്ട വാങ്ങിക്കോ. '24 ന്യൂസുകാരാണത്. ആ ബ്ലൂ കളർ സാരി എടുത്ത് നിൽക്കുന്നില്ല, KCB ന്യൂസുകാർ. ഈ KSCBക്കാർ ഒരു എക്സിബിഷൻ പോലെ വെച്ചതാണ്. അവരെങ്ങനെയാണ് കറണ്ട് ലാഭിക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. അതാണ് ഇതിൻ്റെ കൂടെ. ഇപ്പോൾ വീട്ടിൽ ELCB എന്തായാലും നിർബന്ധമായിട്ട് ഞങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ അയൺ ചെയ്യണം, പെട്ടെന്ന് പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇത് തൊട്ട് കഴിഞ്ഞ് തന്നെ ഓഫാക്കും. എന്ത് തന്നെ ആയാലും ഓഫായിട്ട് പോകും, നമുക്ക് അപകടം ഉണ്ടാകും. അപ്പോൾ ELCB എന്തായാലും വെക്കണം എന്നാണ്. അതേപോലെ തന്നെ ഇവിടെ
നമ്മളിപ്പോൾ അയൺ ബോക്സിൽ ELCB ഉള്ളതിൻ്റെ ഓഫ് ആവുന്നുണ്ട്. അതേ സ്ഥാനത്ത് ഇങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ ഓഫ് ആവുകയില്ല. ഇത് അങ്ങനെ തന്നെ ഓണായിട്ട് തന്നെ ഇല്ല. അത് നമ്മൾ ഇതിന് പകരം നമ്മൾ ഈ ELCB അല്ലെങ്കിൽ RCC ഈ സംഭവങ്ങൾ ഉപയോഗിക്കും. ഞാൻ കൽപ്പാത്തി തേര് കണ്ടു വന്നു. പക്ഷെ വലിക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരു 3:30 ആവുന്നാ പറഞ്ഞത്. 3:30 തൊട്ടാണ് 8 മണി വരെ എന്തായാലും ഉണ്ടാവും തേര് വലിക്കുന്നത്. അപ്പം ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ആളുകളുടെക്കാൾ കൂടുതൽ ന്യൂസ് ചാനലുകാരുടെ തിരക്കാണ് അവിടെ. പിന്നെ ഞങ്ങൾ വൈകുന്നേരം തേര് കാണാൻ പോകുകയാണെങ്കിൽ വൈകിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ബൈ.